കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ SFI UDSF സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ലാത്തി വീശിയിരിക്കുകയാണ്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. സമീർ, ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? സമീർ, റിജിത്ത്, ഒരു തവണ കൂടി സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കൊടിത്തോരണങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു വിഭാഗം നശിപ്പിക്കാൻ ശ്രമിച്ചതോടുകൂടി സംഘർഷം ഉണ്ടാവുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു ഭാഗത്തിൽ നിന്ന് വലിയ തരത്തിൽ കല്ലേറ് പോലീസിന് നേരെ ഉണ്ടാവുകയും ചെയ്തു. അതിൽ ഒരു പോലീസുകാരന് തലയ്ക്ക് സാരമായ പരിക്കേൽക്കുകയും അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രി ആയതുകൊണ്ട് തന്നെ ഈ കല്ല് എവിടെ നിന്ന് വരുന്നു എന്ന് പോലും കാണാൻ കഴിയാത്ത വിധം വിദ്യാർത്ഥികൾ പലയിടത്തും മറഞ്ഞു നിന്നുകൊണ്ട് ഈ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണ് ഒരു പോലീസുകാരനെ പരിക്കേൽക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. ഇതോടുകൂടി പോലീസ് ലാത്തി വീശി പ്രവർത്തകരെ ഓടിക്കുകയായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ഒരല്പം ശാന്തമായി മാറിയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ ഈ ക്യാമ്പസിനകത്തുണ്ടായിരുന്ന കൊടിത്തോരണങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഒരു സംഘർഷത്തിലേക്ക് വഴിമാറാൻ കാരണമായത്. അതോടുകൂടി പോലീസ് ഇടപെടുകയും പോലീസ് പിരിഞ്ഞു പോകാൻ പറഞ്ഞതോടുകൂടി പോകാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതോടുകൂടി ലാത്തി വീശുകയും പിന്നീടാണ് അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്ഥിതിഗതികൾ ഒരല്പം ശാന്തമായിട്ടുണ്ട്. ഇരു വിഭാഗം നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തി പ്രവർത്തകരെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഈ പ്രവർത്തകർ കൂടിയൊന്നും മറഞ്ഞൊന്നും ഒക്കെ തന്നെ കല്ലെറുന്ന ഒരു ഘട്ടമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വൈകുന്നേരത്തോടു കൂടി നിർത്തിവെച്ചിരിക്കുന്ന ഈ വോട്ട് കൗണ്ടിംഗ് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. ഈ അകത്തും പുറത്തുമൊക്കെ ഈ കൗണ്ടിംഗ് നടക്കുന്ന സെമിനാർ ഹാളിനകത്തും പുറത്തുമൊക്കെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. പലരും പരിക്കേറ്റവർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ട് എന്നുള്ളതാണ് ചില വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി എത്തിയ ആംബുലൻസുകൾ വഴിയിൽ തടയുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉടലെടുത്തു എന്നുള്ളതാണ്. ക്യാമ്പസിലുള്ള പഠിക്കുന്നവർ മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകളും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതും കൂടുതൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് വഴിമാറുകയാണ്. 3 ഡിവൈഎസ്പിമാരും 500ഓളം പോലീസുകാരും ഇവിടെ സുരക്ഷ ഏർപ്പെടുന്നുണ്ടെങ്കിലും വലിയൊരു നേതൃത്വവും UDSF നേതൃത്വവും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? എന്താണ് അവർ ഒരു ആക്ഷേപവുമായി ഉന്നയിക്കുന്നത്? നേരത്തെ ഈ ബാലറ്റ് മോഷണമാണ് പ്രശ്നം. അത് പക്ഷേ ഇരുവിഭാഗവും ഒരുപോലെ ഉയർത്തുന്ന ആരോപണമാണോ സമീർ? തീർച്ചയായും ഈ SFI ഉയർത്തുന്നത് UDSF പ്രവർത്തകർ ഈ ബാലറ്റ് അവർ ലീഡ് ചെയ്യുന്ന സമയത്ത് ഈ ബാലറ്റ് പേപ്പർ വോട്ട് ചെയ്യുന്നതിനിടയിൽ ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ കൗണ്ടിങ്ങിനിടയിൽ ബാലറ്റ് പേപ്പർ കൊണ്ടുപോയി എന്നുള്ളതാണ് SFI ഉയർത്തുന്ന ഒരു ആരോപണം. എന്നാൽ മറിച്ച് UDSF ഉയർത്തുന്ന ഒരു ആരോപണം എന്നുള്ളത് ഈ വ്യാജമായ ബാലറ്റ് പേപ്പർ എത്തിച്ചുകൊണ്ട് ലീഡ് ഉയർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണഗതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം ഉണ്ടാവാറുണ്ടെങ്കിലും ഇത്രയും നീണ്ടുപോകുന്ന ഒരു സംഘർഷം ഇത്രയും അപൂർവമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഈ വോട്ടെണ്ണൽ പ്രക്രിയ നിർത്തിവെച്ചുകൊണ്ട് എല്ലാ SFI UDSF പ്രവർത്തകർ ഓരോ ഭാഗത്തായി കൂടി നിൽക്കുകയാണ്. നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ നേതാക്കൾക്കോ പോലീസിനോ കഴിയാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഈ സംഘർഷാവസ്ഥ ഇവിടെ ഇങ്ങനെ തുടരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. സംഭവത്തിൽ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുകയാണ്. SFIയുടെ ഭാഗത്തു നിന്നാണെങ്കിലും UDSFിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിരവധിയായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന ഘട്ടമുണ്ട്. പലരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. അതിനിടെ പോലീസുകാർക്കും പരിക്കേറ്റു. പോലീസുകാർക്ക് നേരെ കല്ലേറും ഒക്കെ തന്നെ വരുന്നൊരു ഘട്ടമുണ്ടായി. അങ്ങനെ പോലീസുകാർക്കും സാരമായ പരിക്കേറ്റ് ഒരു പോലീസുകാരനെ ഇപ്പോൾ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഈ സെമിനാർ ഹാളിന് അകത്തും പുറത്തും അതോടൊപ്പം തന്നെ ക്യാമ്പസിനകത്തും ക്യാമ്പസിന് പുറത്തും ഇങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിലായാണ് വിദ്യാർത്ഥികളും ഒപ്പം തന്നെ പുറത്തു നിന്നുള്ള ആളുകളും തടിച്ചുകൂടി നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസ് വളരെ പാടുപെട്ട് രണ്ട് വിഭാഗങ്ങളെയും രണ്ട് ഭാഗത്തായി ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടയിലാണ് SFI UDSF സംഘർഷം ഉണ്ടായത്. പോലീസ് ലാത്തി വീശി പോലീസുകാർക്ക് നേരെ കല്ലേറുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.